ഹലോ, കുട്ടൂർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കുറച്ച് ചിക്കൻ വറക്കുക. പിന്നെ അത് കണ്ടെല്ലാം പുരട്ടി വെച്ചിരുന്നതാണ്, മസാല എല്ലാം പുരട്ടി വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് വറുത്തത്. അത് ഇന്നിവിടെ ബിരിയാണി വെക്കുന്നത്. വിശേഷം ആരത്തിൻ്റെ ബർത്ത്ഡേയാണ്, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കണ്ട ചിക്കനൊക്കെ ഒന്ന് വറുത്ത് കോരിയിട്ട് അത് പിന്നെ കറിയാക്കാം. വറുക്കാം. ചിക്കൻ കാണുന്നല്ലേ, ഒന്ന് കുറച്ചൊന്ന് വറുത്ത്, ഒത്തിരി അങ്ങോട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് വറുത്ത് പോയാൽ. ഇപ്പം മുളകിൻ്റെ നിറവാണ്, അല്ലെങ്കിൽ ഇത് നല്ല കളറായിട്ട് കാണേണ്ടത്. ഇപ്പം വേറൊരു കളർ, കറുത്ത കളർ, ഭംഗിയ കളറല്ലേ ഇത്? ഇത് ഭംഗിയ കളറാണ് കാണുന്നത്. കണ്ടാത്തൊന്നും കരിഞ്ഞു പോയതാണ്. അത്രയൊന്ന് വറുത്ത് പോയി. അപ്പം ഇറച്ചിയൊക്കെ ഞാൻ വറുത്ത് കുറച്ച് കോരി, സമയം പോകുന്നത് കൊണ്ട് ഞാൻ വേറൊരു ലിമിറ്റിൽ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിലും കൂടെ ഇട്ടിട്ട് എളുപ്പം പറക്കാവല്ല, സമയമൊന്നുമില്ല. ഇവിടങ്ങളിലെല്ലാം വൈകുന്നേരമാണ് ഫംഗ്ഷൻ നടത്തുന്നത്. 7 മണിയൊക്കെ കഴിയും. അപ്പം എല്ലാവരും ജോലിക്കാരൊക്കെ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒക്കെ നടത്തത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് വൈകുന്നേരത്തേക്ക് ഇതെടുക്കുന്നത്. അപ്പം ഇത്തിരി സമയം പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ 2 ചീനിച്ചട്ടിയിലാക്കി വറുത്ത് പോരാ. അപ്പോൾ ഞാൻ വറുത്ത് കോരിക്കൊണ്ട് ഇരിക്കുക. കോരിയൊക്കെ വേണമെങ്കിൽ കറിയാക്കണം. വേറൊരു സംഭവമുണ്ട്, അത് ചെയ്യണം. ഇത് ഞാൻ നിങ്ങളെ കാണിക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞങ്ങൾ തിങ്കളാഴ്ച നാട്ടിലോട്ട് പോവുക. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം നാട്ടിൽ ചെന്നിട്ട് നമ്മളെ കാണുന്നതായിരിക്കും. നാട്ടിലെ വിശേഷങ്ങളും മറ്റ് എൻ്റെ ചെറിയ ചെറിയ പാചകങ്ങളും എല്ലാം നാട്ടിൽ ചെന്നിട്ട് കാണുന്നതായിരിക്കും. അപ്പം ഇന്നും നാളെയും കൂടെ ഇവിടെ കാണും. തിങ്കളാഴ്ച ഞങ്ങൾ 20-ാം തീയതിയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ്. അപ്പോൾ ഡെലിവറിക്ക് അവധി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് പോവുക. അപ്പം അവിടെ വെച്ചെന്നാലും കാണുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഇറച്ചിയെല്ലാം പിന്നെ ഒരു 2-3 കഷ്ണം കൂടെ ഉള്ളു. അതും കൂടെ എടുത്തിട്ട് മാറ്റിയത് ഗ്രേവി ആക്കണം. അങ്ങനെയുള്ള ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാനിടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കണം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും വേണം. ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും ഉണ്ടാകണം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കൊക്കെ ഒന്ന് അടിക്കണേ. അപ്പം നമ്മൾ ഇറച്ചിയെല്ലാം വറുത്ത് ഒരു പെട്രോൾ ഇട്ട് കഴിഞ്ഞാൽ ഇറച്ചി വറക്കുന്ന പരിപാടി കഴിയും.
നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് വെളിയിൽ ഒക്കെ എല്ലാവർക്കും ഈ അടുക്കളയിലല്ലേ, ഇവിടെ അത് പറ്റത്തില്ലല്ലോ. ഇനി ഈ ഒരു 3 പീസും കൊടുക്കുക. അപ്പം അതുകൂടെ വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ വറുപ്പ് കോരികൾ വേണ്ടി പിന്നെ ഗ്രേവി ആക്കിയാൽ മതി. ഇതും കൂടെ പോരാ. വേണ്ട, ഇതും കൂടെ പോരും. അപ്പോൾ ഇറച്ചിയെല്ലാം വറുത്ത് പോരി. ആ മതി. നമ്പർ വേണമല്ലോ കേട്ടാ, നമ്പർ വേണം. അത് ഓഫാക്കി വെക്കണം, ഓഫാക്കി വെക്കണം. കറുത്ത് കോരി മാറ്റട്ടെ. ഈ ഉള്ളി വറുത്ത് കോരി വെച്ചിട്ട് ഈ മസാല അതിനകത്തിട്ട് മൂപ്പിച്ചിട്ട് ഇറച്ചിയും കൂടി ഇട്ടിട്ട് ഈ ഉള്ളിയും കൂടി ഇട്ട് പെരട്ടി എടുക്കും. ഞാൻ വെക്കുന്നത് അങ്ങനെ. എല്ലാവരും ഒരുപോലെ ചെയ്യണമെന്നില്ലല്ലോ, ഉണ്ടോ? ഒരു ചിക്കൻ പെരട്ട് ഫ്രൈഡ് റൈസ് കഴിക്കാനല്ലേ. അപ്പം അതിനകത്ത് ഇത് ഓൾറെഡി പിന്നെ ചിക്കന് നല്ല ഉപ്പുണ്ട്. ഒരു ശകലം ഉപ്പ് എന്ന് ഉള്ളിക്ക് മാത്രം ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഉപ്പ് കൂടി പോകരുതല്ല. അപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് മൂക്കട്ടെ. മൂത്ത് കോരി എടുത്തിട്ട് ഒരു ഇതും ഇടാനുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം വറുത്ത് തന്നെ 2 ഉപ്പായിട്ട് ഞാൻ വറുത്തത്. അതൊന്ന് കോരിക്കട്ടെ. ഈ പരുവത്തിന് ഉള്ളി വറുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടത് ഇറച്ചി വറുത്ത എണ്ണയാണ്. അപ്പം അതുകൂടെ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഗ്രേവി ഉണ്ടാക്കാം. അതിന് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം അതിന് മുമ്പേ അതിനകത്തിടുന്ന കുറച്ച് ജീരകമുണ്ട്, പെരുംജീരകമുണ്ട്, ഈ ഭക്ഷണയിലയുണ്ട്, കറുവപ്പട്ടയുണ്ട്, ഒരു 5-6 ഏലക്ക ചതച്ചതുണ്ട്, ഒരു 4 ഗ്രാമ്പുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഇതൊന്ന് അങ്ങനെ ഇരിക്കട്ടെ. അതാ ലൈറ്റും വെട്ടത്തില്ല, നമുക്ക് ഈ ഭാഗത്തോട്ട് വെട്ടം മസാല ഒന്ന് നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ശകലം വെള്ളം ഒഴിക്കണം.
ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയായത്, അതുകൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഈ തക്കാളി കരിയതാണ്, ചെറുതായിട്ട് കരിയാണ്. എന്നാ മല്ലിയില കൂടെ എടുത്തു. അപ്പം ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വറുത്ത് വെച്ച ഇറച്ചി ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഇങ്ങനെ